നമസ്കാരം. ശ്രീധരായാണ്. ഈ ദേശാഭിമാനിനെയും അതുപോലെ എം സ്വരാജിനെയൊക്കെ സഖാക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെന്ന് അറിയാമോ? കാരണം ദേശാഭിമാനിലായാലും എം സ്വരാജ് ആയാലും പച്ചക്കള്ളം തന്നെ പറയുള്ളൂ. ഈ കള്ളം ഇങ്ങനെ പറയണോണ്ട് തന്നെ, ആവേശത്തോടെയൊക്കെ പറയണോണ്ട് തന്നെ സഖാക്കന്മാർക്ക് ഇത് ഏറ്റവും ഇഷ്ടമാണ്. പണ്ടത്തെ ആൾക്കാർ ഒരു വാക്ക് പറയും, സ്വന്തം മകനോട് ഇതാണ് നിന്റെ അച്ഛൻ എന്ന് അമ്മ പറഞ്ഞാൽ വിശ്വസിക്കൂല, പക്ഷെ ദേശാഭിമാനി പറഞ്ഞാൽ വിശ്വസിക്കും. അത്തരത്തിലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പണ്ടത്തെ ദേശാഭിമാനി ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്ക് പകരം ഇന്നത്തെ യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷനായ ഒരാള്, ഈ പച്ചക്കള്ളങ്ങൾ ഭയങ്കര തന്റെ ഇടത്തോടെ പറയണ എം സ്വരാജ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഒന്ന് കിട്ടിയപ്പോഴാണ് ഇതൊന്ന് പറയണമെന്ന് തോന്നിയേട്ട. അപ്പൊ നമുക്കൊന്നത് കേട്ടു നോക്കാം. ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നതല്ല ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. അതൊരു അമ്പല കമ്മിറ്റിയുടെ ജോലിയാണ്. സത്യം പറയല്ല, ഈ നോണേണ് പറയണെന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞ കേസ് സത്യമുണ്ട. ഒരു ക്ഷേത്രം നിർമ്മിക്കുമെന്നത് ഒരു ഭരണകർത്താക്കളുടെ ജോലിയല്ല, അത് ക്ഷേത്ര കമ്മിറ്റിയാണ് ചെയ്യേണ്ടത്. സത്യമാണ്. പക്ഷെ ഇത് നോണാകണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരൻ പറഞ്ഞത് രാമക്ഷേത്രത്തെ പറ്റിയാണ്. രാമക്ഷേത്രം നിർമ്മിച്ചത് ഇവിടത്തെ കേന്ദ്ര സർക്കാരാണ് എന്നാണ് എം സ്വരാജ് പറയണത്. പക്ഷെ അത് പച്ചക്കള്ളമാണെന്ന് ഇവിടുത്തെ വാർത്തകളും ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞ് അത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ട്രസ്റ്റ് അവര് പിരിച്ചെടുത്ത പൈസയും വെച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നുള്ള വസ്തുതകളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടും വീണ്ടും വീണ്ടും ഈ കള്ളം ഇങ്ങനെ വളരെയേറെ ഘനഗാംഭീര്യത്തോടെ പറയാനൊക്കെ സ്വരാജിന് സാധിക്കുള്ളൂ. അപ്പൊ എന്തിനാണ് സ്വരാജ് വീണ്ടും വീണ്ടും ഈ കള്ളം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ സഖാക്കന്മാർക്ക് താങ്കൾ പറയണ കള്ളം കേൾക്കാൻ നേരത്ത് ആവേശം തോന്നും. സാധാരണക്കാരൊക്കെ പഴയ പോലെയല്ല, ഇതൊക്കെ മനസ്സിലാക്കേണ്ടെന്ന് തിരിച്ചറിയണം. വീണ്ടും കേട്ടാ, അതൊരു അമ്പല കമ്മിറ്റിയുടെ ജോലിയാണ്. അമ്പല കമ്മിറ്റികൾ രാജ്യമെമ്പാടും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ. ഇത് ശരിക്കും എം സ്വരാജൻ ഈ വിഷയം പറയണം. കാരണം വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, ആരാധനാലയങ്ങളിൽ പോകുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്ന്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞാൽ എം സ്വരാജ് തന്നെ ശബരിമല വിഷയ സമയത്ത് പ്രസംഗിച്ച കാര്യങ്ങളുണ്ട്. വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഞങ്ങളൊക്കെ വിശ്വസിക്കണം മാളികപ്പുറത്തമ്മനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് ഈ പറയണ എം സ്വരാജ് പറഞ്ഞ വാക്കുകളൊക്കെ കിടക്കുന്നുണ്ട്, പ്രസംഗങ്ങളൊക്കെ. അപ്പൊ ഈ വിശ്വസിക്കണവർ വിശ്വസിക്കട്ടെ, ആരാധനാലയങ്ങളിൽ പോകുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നതിൽ എന്തോരം ആത്മാർത്ഥത ഉണ്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് എം സ്വരാജ്. അതായത് കള്ളങ്ങള് പറഞ്ഞ് സഖാക്കന്മാരെ മറ്റേ തലയിൽ കൊണ്ടിടാ, അതേ നിങ്ങളെ കൊണ്ട് നടക്കുള്ളൂ. ഇനി എന്താ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അങ്ങനെ ചെയ്യട്ടെ. അതെല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ്. വിശ്വാസികളും അല്ലാത്തവരുമായ ജനങ്ങളുടെ മുൻകൈയെടുക്കേണ്ടത്. എന്നാൽ 10 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിലെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സഹായിക്കാത്ത, അവരുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും വിശ്വാസികളാണ്. ആ വിശ്വാസികളെ ദ്രോഹിച്ച ഗവൺമെന്റാണ് ഇന്ത്യയുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ്, വിശ്വാസികളെ ദ്രോഹിച്ച ഗവൺമെന്റ് ഇപ്പൊ വിശ്വാസികളെ വഞ്ചിക്കുകയാണ്. ഒരു വലിയ ക്ഷേത്രം ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ്. അത് പറ്റിച്ചതൊന്നുമല്ല, കൃത്യമായിട്ട് ഈ പറയുന്ന ഗവൺമെന്റിന്റെ BJP സർക്കാരിന്റെ പ്രകടന പത്രികയിൽ വർഷങ്ങളായിട്ടുള്ള കാര്യമാണ് രാമക്ഷേത്രം പണി എന്നുള്ളത്. അത് നിയമപരമായ രീതിയിലൂടെ തന്നെ ഈ പറയുന്ന വിശ്വാസികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഇവിടുത്തെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പച്ചക്കള്ളമല്ല, കൃത്യമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ രാമക്ഷേത്രം പണിത സമയത്ത് എല്ലാ വിശ്വാസികളും ആത്മാർത്ഥതയോടെ അത് ആഘോഷിച്ചതും അത് ആചരിച്ചതും. നിങ്ങൾക്കത് കുരുവൊട്ടൻ എന്താണെന്നുള്ള കാര്യം അറിയാം, എന്താണെന്നറിയാം. അത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് എന്നും അറിയാം. അതുകൊണ്ട് ഈ കള്ളങ്ങൾ പറഞ്ഞ് കുറെ വോട്ട് നേടുക, അത്ര ഉള്ള ലക്ഷ്യം. അടുത്തതും കൂടി കേട്ടോട്ടാ. ക്ഷേത്രം നിർമ്മിക്കലല്ല, ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കലാണ്. പാചകവാതകത്തിന്റെ വില കുറയ്ക്കലാണ്. ഇന്ധനത്തിന്റെ വില കുറയ്ക്കലാണ്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകലാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകലാണ്. സ്ത്രീകളെ സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കലാണ് ഒരു ഗവൺമെന്റിന്റെ കടമ. ആ കടമ നിറവേറ്റുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടവർ വിശ്വാസികളെ വീണ്ടും കള്ളം. ആ കടമ, ഓരോ കടമകളും നിങ്ങൾ പറഞ്ഞ ഓരോ കടമകളും
അവശ്യ സാധനങ്ങളുടെ വില അത് കേരളത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെയും അവശ്യ സാധനങ്ങളുടെ വില തമ്മിൽ താരതമ്യം ചെയ്താൽ ഏത് സർക്കാരിനെ കുറിച്ചാണ് കുറ്റം പറയേണ്ടതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. സപ്ലൈകോയിൽ എന്തൊക്കെ കിട്ടാനുണ്ട്, സാധാരണക്കാർക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് വ്യക്തമായി കൃത്യമായി ബോധ്യപ്പെടും. പിന്നെ അടുത്തെന്താണ് പാചകവാതകത്തിന്റെ വില. ഇപ്പോഴും ഉജ്ജൽ യോജന വഴി സബ്സിഡി 200 രൂപ സബ്സിഡി കിട്ടി സാധാരണക്കാർക്ക് നല്ല അസലായിട്ട് ഈ പാചകവാതകം കിട്ടുന്നുണ്ട്. അടുത്താണ് പെട്രോൾ വില. പെട്രോൾ വില കൃത്യമായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളെ തമ്മിലുള്ള 12 രൂപ 10 രൂപ വ്യത്യാസം കണ്ടറിയാം. എന്നിട്ടും 2 രൂപ സെസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. എന്തിനാണെന്നാണ് പറഞ്ഞത്? ഇവിടുത്തെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞ് ഈ 2 രൂപ കൂട്ടിയെടുത്ത് എന്നിട്ട് 6 മാസമായിട്ട് ഈ പാവങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അവരെ പറ്റിച്ചോണ്ടിരിക്കണല്ലേ. പെൻഷൻ കിട്ടിയിട്ടില്ല, അവര് കറണ്ട് കാശ് കൂടുതൽ എടുക്കണം, അവര് വെള്ളത്തിന്റെ കാര്യം കൂടുതൽ എടുക്കണം, ഒരു വീട് വെക്കണവനാണെങ്കിൽ അധിക ചെലവുകൾ വേറെ, അങ്ങനെ നശിപ്പിച്ച് കേരളത്തിൽ മാത്രം അങ്ങോട്ട് അതൊക്കെ നശിപ്പിച്ചിട്ടേക്കണം. പിന്നെ എന്താണ് യുവാക്കൾക്ക് ജോലി ഇല്ലെന്ന് മുദ്രാ ലോൺ വഴി മേക്ക് ഇന്ത്യ വഴിയൊക്കെ എന്തോരം യുവാക്കൾക്ക് ഇവിടെ തൊഴിൽ ലഭിച്ചു. അതുപോലെ എന്താണ് സ്ത്രീകളുടെ വിഷയം എന്താണ് വർഷങ്ങളായിട്ട് പാർലമെന്റിന് പാസ്സാക്കാൻ പറ്റാതിരുന്ന സ്ത്രീകളുടെ സംവരണ വിഷയമൊക്കെ നല്ല പുല്ലുപോലെ പാർലമെന്റിൽ പാസ്സാക്കിയില്ല. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന സർക്കാർ തന്നെയാണ് കേന്ദ്ര സർക്കാർ. പിന്നെ വീടില്ലാത്തവർക്ക് വീട് കൃത്യമായിട്ട് ആവാസ് യോജന വഴി വീട് കൊടുക്കുന്നുണ്ട്. നിലവിൽ നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് ലൈഫ് വീട് പകുതി വെച്ചവർക്ക് പൈസ കിട്ടാണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വാടക ആവശ്യമായിട്ട് വാടക വരെ കൊടുക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ആ പൈസയൊക്കെ കൊടുക്കാനായിട്ട് പിണറായി വിജയനോട് സഖാവെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു മനസ്സിനൊന്ന് സന്തോഷം ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കേരള സർക്കാരാണ്. സർക്കാർ എന്നുള്ള വാക്കുണ്ട്, കേന്ദ്ര സർക്കാർ മറ്റേത് കേരള സർക്കാരാക്കാം. അപ്പൊ നിങ്ങൾ ഈ കേന്ദ്ര സർക്കാരിനെ കുറിച്ചും ഈ രാമക്ഷേത്രത്തെക്കുറിച്ചും പറയണ ഈ പച്ചക്കള്ളങ്ങള് സഖാക്കൾ മാത്രമേ വിശ്വസിക്കുള്ളൂ. ബാക്കിയുള്ളവർക്ക് ബോധമുണ്ട്, അവര് ദേശാഭിമാനി മാത്രമല്ല വായിക്കുന്നത്. അപ്പൊ ഇനിയും നിങ്ങൾ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ വായിന്ന് അതേ വരുള്ളൂ. കാരണം നിങ്ങൾക്കിത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ നിങ്ങൾ ആ കഴിവായിട്ട് മുന്നോട്ട് പോയിക്കോ. ചെറിയ ഇത്തരത്തിൽ അത് തിരുത്താനുള്ള കഴിവ് ഞങ്ങൾക്കുള്ളതും കൊണ്ട് ഞങ്ങളും ഈ വിഷയങ്ങളായിട്ട് മുന്നോട്ട് വരും. അപ്പൊ സ്വരാജ്, നിങ്ങളുടെ വിമർശനം ഏറ്റവും കൂടുതൽ കൊള്ളണത് കേരളം ഭരിക്കണ പിണറായി സർക്കാരിനാണ്. കാരണം സാധാരണക്കാര് ഓരോ ദിവസം ചെല്ലുന്നോറും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നാഷണൽ ഹൈവേകളുണ്ട്. നിങ്ങൾക്ക് ഈ കേന്ദ്ര സർക്കാരിനെതിരെ തന്നെ പ്രതിഷേധങ്ങൾ നടത്താനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ കൂടുതലൊക്കെ പറഞ്ഞു തരാൻ നേരത്ത് പ്രശ്നവും സമയവും ഇല്ലട്ടാ. അപ്പൊ ശരി, ഇതൊക്കെ സ്വരാജ് ഒന്ന് മനസ്സിലാക്കിയാൽ നന്ദി. മോദിയുടെ ഗ്യാരണ്ടി പിണറായി വിജയന്റെ ഗ്യാരണ്ടി പോലെയല്ല, പാഴ്വാക്കുകളല്ല, അത് പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളല്ല. പരീക്ഷിച്ച് വിജയിച്ച് തെളിയിച്ച് വിജയിച്ച മോദിയുടെ ഉറപ്പാണ്. പറഞ്ഞതെല്ലാം പാലിച്ച പ്രധാനമന്ത്രിയാണ് മോദി. അത് അയോധ്യ ആയാലും 370 വകുപ്പായാലും ദേശീയപാത വികസനമായാലും ഇവിടുത്തെ അടിസ്ഥാന വികസന പ്രശ്നങ്ങളായാലും പറഞ്ഞതെല്ലാം പാലിച്ച ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. 2024 മോദി തന്നെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിന് കൈത്തെറ്റുപറ്റി. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചു. വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി ഉണ്ടാകുമെന്നുള്ള മോഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകി. അവസാനം കോൺഗ്രസിന് 50 സീറ്റ് പോലും കിട്ടിയില്ല. IND മുന്നണിയുടെ ഗതികേട് അവിടെ കാണുകയാണ്. IND മുന്നണിയുടെ കൺവീനറായിട്ടുള്ള നിതീഷ് കുമാർ ആ മുന്നണി വിട്ട് BJP-യിലേക്ക് പോകുന്നു. മമതാ ബാനർജി പോകുന്നു. ഈ അഖിലേഷ് യാദവും IND മുന്നണി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കേരളത്തിൽ IND മുന്നണിയുടെ 2 ഘടകകക്ഷികളാണ് BJP-യുടെ പ്രധാന എതിരാളികൾ. പ്രസക്തിയില്ലാത്ത മുന്നണികളാണ്. ഈ രാജ്യത്ത് ഒരു പ്രതീക്ഷയുമില്ലാത്ത മുന്നണികളാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രതീക്ഷയുള്ള ഒരേ ഒരു മുന്നണി 2024 വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷയുള്ള ഒരേ ഒരു മുന്നണി നരേന്ദ്രമോദിയുടെ ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ആ സഖ്യം കേരളത്തിലും രാഷ്ട്രീയത്തിന്റെ അടിത്തറ പാകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കേരളം മോദിക്ക് ബാലികേറാമലയല്ല, NDAക്ക് ബാലികേറാമലയല്ല. കേരളത്തിന് മാറാതിരിക്കാനാവില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ്. കേരളത്തിന്റെ വികസന താല്പര്യങ്ങൾക്ക്, ഇന്നത്തെ വർത്തമാനകാല പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം ഒറ്റമൂലി നരേന്ദ്രമോദി മാത്രമാണ്. ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ഉറപ്പുവരുത്താനാണ് ഈ